പിതാവിന്റെയും പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. പൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ ഈ ശിശുക്കളെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രചരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാകുകയും ചെയ്യട്ടെ. ആമേൻ. പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ജീവന്റെ കിരീടം ചെയ്യപ്പെടുന്നു. മാമോദീസ വഴി ദൈവപുത്രരായി തീർന്ന ഈ ശിശുക്കളോട് ചേർന്ന് നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ആ
എനിക്കറിയാം. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് ബിജി. ഞാൻ വർക്ക് ചെയ്യുന്നത് വുമൻസ് ഹോസ്പിറ്റൽ ടോമിനേഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ ഏറ്റവും വളരെ അടുത്ത ഒരു ഫ്രണ്ടാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എനിക്കൊരു പണി പണിതാണല്ലോ എന്ന്. എന്നിരുന്നാലും ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ സിസ്റ്റം കൂടെ പൊളിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. എന്നിരുന്നാലും ഈ സമയം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമ്മൾ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജോബിൻ്റെയും ടോമിയുടെയും ജീവിതത്തിലേക്ക് ആൽവിൻ എന്ന കുട്ടി കടന്നു വന്നിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. അവൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊണ്ട് പ്രത്യേക അരൂപിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. ഇതിന്റെ എല്ലാം കൂടി ഒരു ആഘോഷം, അവരുടെ സന്തോഷം എത്രമാത്രമെന്ന് അറിയിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. ടോമിനെയും ജോബിയെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേസമയം തന്നെ ഈ ചടങ്ങിന്റെ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആകുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന ഘടകം കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകമായിട്ട് ഈ ചടങ്ങിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവം പ്രത്യേകമായി അവർക്ക് നൽകിയ ദാനമാണ് ഈ കുഞ്ഞ്. അവരുടെ ജീവിതത്തിലുടനീളം അവർ ഈ കുഞ്ഞിനെ കൈ പിടിച്ച് നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനായിട്ട്, നല്ല മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ജഗദീശനോട് പ്രാർത്ഥിക്കാം. അവരെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ കഴിച്ചു. നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നാമത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മറിഞ്ഞ പറയുന്നേ സ്വസ്തി, അങ്ങയുടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിമൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. മാതാവേ, സംഗീതമായി ഓടി വന്ന സഹായം തേടി നിന്നെ മനസ്സപേക്ഷിച്ചൊരു പരിമിതി ഉപേക്ഷിച്ചായി ലോകത്തിൽ കണ്ടു നിറപ്പണമേ. കണ്ണിൽ രാജിയായ കനികെ മാതാവേ, വിശ്വാസം തരപ്പെട്ട് ഇടതർപ്പാതെ ഞാനായിരുന്നു ഇടപെട്ടുകൊണ്ട് ചിന്തി പാവയായ നിന്റെ ദേഹത്തേക്ക് കാത്തുകൊണ്ട് സന്നിധി നിൽക്കുന്നു. അതൊക്കെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദേവറം കേട്ടോളമേ. ആമേ. സങ്കീർത്തനങ്ങൾ 23 അധ്യായം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമമുണ്ടെന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിലൂടെ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിലും അവിടെ നിന്ന് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും.
കേട്ടോ